നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും INSTAGROUPന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, UK-ൽ ഇന്ന് ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല. എനിക്കറിയാം ഒരുപാട് പേര് UK-ലെ അപ്ഡേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന്, അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ അത് പറഞ്ഞത്. എന്നാലും ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് UK-ലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരും UK-ൽ ഇപ്പോൾ നിലവിലുള്ളവരും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ വിദേശ രാജ്യത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒരു വിസ വേണം. ഇപ്പോൾ UK-ലൊക്കെ ആണെങ്കിൽ അതിന് നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ പാസ്പോർട്ടിൽ അവർ സ്റ്റാമ്പ് ചെയ്ത് തരും. ഇവിടെ വരുമ്പോൾ നമുക്ക് ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ്, അതായത് BRP കിട്ടും. ആ BRP കാർഡാണ് നമ്മൾ എല്ലായിടത്തും പ്രൂഫായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അറിഞ്ഞു കാണുമല്ലോ, UK-ൽ 2024 ഡിസംബറോടുകൂടി BRP കാർഡുകൾ നിർത്തലാക്കാൻ പോവുകയാണ്. അങ്ങനെ BRP കാർഡുകൾ നിർത്തലാക്കുമ്പോൾ നമ്മൾ വിദേശത്ത് നിന്ന് വന്നവർ, ഇവിടെ വിസയിൽ നിൽക്കുന്നവർ എന്തൊക്കെയാണ് മുൻകരുതലുകൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഉള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. UK-ലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ അന്നത്തെ ദിവസം തന്നെ നിങ്ങളെ അറിയിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിസ നിയമങ്ങളെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യേണ്ടതായിട്ട് ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ പറയാം, നമുക്ക് UK-ലേക്ക് ഒരു വിസ ലഭിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ലഭിക്കേണ്ടത് UK-ൽ നിന്നൊരു COS ആണ്, സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്. നമ്മളൊരു സ്കിൽഡ് ജോബിൽ വരികയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ വരികയാണെങ്കിൽ CAS എന്നെല്ലാവരും പറയും, CAS ആണ് വേണ്ടത്. ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് നമുക്ക് അത് വെച്ചാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് UK-ലേക്ക് വരാൻ സാധിക്കുന്നത്. ഡിപ്പെൻഡ് വിസയിൽ വരുന്നവർക്ക് പ്രശ്നമില്ല, അവർക്ക് ഈ സെയിം തന്നെ യൂസ് ചെയ്യാൻ ഒക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് UK-ൽ നിന്നൊരു COS ലഭിക്കുമ്പോൾ, ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിൽ അവരുടെ കോഴ്സിൻ്റെ കാലാവധി അനുസരിച്ച് COS ലഭിക്കും. പക്ഷേ നമുക്കൊരു സ്കിൽഡ് ജോബിൽ വരുമ്പോൾ നമ്മുടെ എംപ്ലോയർക്ക് നമുക്ക് ഏത് രീതിയിലുള്ള COS വേണമെങ്കിലും തരാം. അവർക്ക് വേണമെങ്കിൽ നമുക്ക് 1 ഇയർ തരാം, 2 ഇയർ തരാം, അപ് ടു 5 ഇയർ അവർക്ക് തരാൻ സാധിക്കുന്നതാണ്. അന്നേരം അങ്ങനെ ആ COS വെച്ചാണ് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിപ്പോൾ 1 ഇയർ COS കിട്ടിയാലും 2 ഇയർ COS കിട്ടിയാലും 3 ഇയർ COS കിട്ടിയാലും അതിൻ്റെ ഫീസ് ഒന്ന് തന്നെയാണ്. ഇപ്പോൾ 284 പൗണ്ടാണ് അതിന് വരുന്നത്. പിന്നെ മറ്റ് ഇതിപ്പോൾ ഹെൽത്ത് ആൻഡ് കെയർ വിസയിലാണ് ഞാൻ പറയുന്നത്. മറ്റ് സ്കിൽഡ് ജോബിലുള്ളവർക്ക് ഡിഫറൻ്റ് ആയിട്ട് വരും. അവർക്ക് നല്ല കൂടുതലാണ്, 700 പൗണ്ടൊക്കെയാണ് ആ ഫീസ് വരുന്നത്. പിന്നെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഇല്ലാത്തതാണെങ്കിൽ അതിനനുസരിച്ച് കൂടും. അതല്ല 4 വർഷത്തെയോ 5 വർഷത്തെയോ COS ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ വിസ ഫീസ് വരുന്നത് 551 പൗണ്ടാണ്. അന്നേരം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ ഒരു ഡൊമിസിലറി കെയറിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പറയുക, ഞങ്ങൾക്ക് 3 ഇയറിൻ്റെ COS മാത്രം മതിയെന്ന് പറയുക. കാരണം എന്തായാലും നിങ്ങൾ ഇവിടെ വന്ന് 5 വർഷം ഒരു ഡൊമിസിലറി കെയറിൽ തികയ്ക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ വെറുതെ നമ്മൾ തന്നെ പൈസ കൊടുത്താണ് വിസ ചെയ്യുന്നതെങ്കിൽ അവരുടെ അടുത്ത് പറയുക, നമുക്ക് 3 ഇയറിൻ്റെ വിസ മതിയെന്ന് പറയുക. അന്നേരം നമുക്ക് ഇങ്ങോട്ട് വരാൻ നേരം കുറച്ച് ചിലവ് കുറഞ്ഞിരിക്കും, 10-20,000 രൂപ കുറഞ്ഞ് കിട്ടും. അന്നേരം അങ്ങനെ പറയുക. പിന്നെ മറ്റ് ചില നഴ്സിംഗ് ഹോമുകളിൽ ഇപ്പോൾ നമുക്ക് 1 വർഷത്തെ 2 വർഷത്തെ 3 വർഷത്തെയൊക്കെ തരുന്നുണ്ട്. 3 വർഷത്തെ വരാണെങ്കിൽ 284 പൗണ്ടാണ്. അന്നേരം നിങ്ങൾ 3 വർഷത്തെ COS ചോദിച്ച് മേടിക്കാൻ ശ്രമിക്കുക. അതല്ല, ചില നഴ്സിംഗ് ഹോമുകൾ 1 വർഷത്തെ തരുന്നുണ്ട്. 1 വർഷത്തെ തരികയാണെങ്കിൽ അത് മേടിച്ച് വരിക. കാരണം സാമ്പത്തികമായിട്ട് അത്ര ഉയർന്നല്ലാത്ത നഴ്സിംഗ് ഹോമുകളൊക്കെയാണ് 1 വർഷത്തെ കൊടുക്കുന്നുണ്ട്. അവർ ഇവിടെ വന്ന എല്ലാവർക്കും തന്നെ അവരിപ്പോൾ പുതുക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളങ്ങനെ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ഒരു മെസ്സേജ് വരും, സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞു വരും. അത് കഴിഞ്ഞ് നമുക്ക് പാസ്പോർട്ട് വരും. ഈ പാസ്പോർട്ട് വരുമ്പോൾ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നമുക്ക് അതിനകത്തൊരു സ്റ്റാമ്പ് അവർ പതിപ്പിച്ചിരിക്കും, വിസ അവർ പതിപ്പിച്ചിരിക്കും. ആ സ്റ്റാമ്പിലുള്ള വിസയ്ക്ക് 3 മാസമായിരിക്കും കാലാവധി. അന്നേരം നമ്മുടെ വിസ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ എന്നാണ് UK-ലേക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അന്നേരം നമുക്ക് ഫ്യൂച്ചർ ഡേറ്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ്, 3 മാസം മുമ്പുള്ള ഡേറ്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അന്നേരം നമ്മൾ അതിനകത്ത് ഒരു ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റ് തൊട്ട് 3 മാസത്തേക്കുള്ളതായിരിക്കും അവർ നമുക്ക് തരുന്നത്. അന്നേരം ആ സ്റ്റാമ്പിലുള്ള 3 മാസത്തിനുള്ളിൽ നമ്മൾ UK-യിൽ എത്തിയിരിക്കണം. അത് മാൻഡേറ്ററി ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറ്റുകയില്ല. എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അടുത്ത് നമ്മൾ എന്നാണ് UK-ലേക്ക് ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വിസയ്ക്കകത്ത് തെറ്റ് വരും. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് പേര് തെറ്റതിനകത്ത് വരുത്തിയിട്ടുണ്ട്. ഡിസംബർ 10, 2023 പകരം ഡിസംബർ 10, 2024 കൊടുത്ത കേസുകളുണ്ട്. അങ്ങനെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തപ്പോൾ ആ ഡേറ്റ് സ്റ്റാർട്ടിങ് വെച്ച് വന്നിട്ടുണ്ട്. 10 ഡിസംബർ 2024 തൊട്ട് മാർച്ച് 10, 2025 എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാലും നിങ്ങൾ പ്രത്യേകം അത് ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ ഡേറ്റ് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത വിസ വരുമ്പോൾ അത് വ്യക്തമായിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. അതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ VFSൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് അവരത് ക്ലിയർ ചെയ്ത് തരും.
ഒരു കാരണവശാലും തെറ്റായ വിവരങ്ങൾ വെച്ച് യു കെയിലേക്ക് വരാൻ ശ്രമിക്കരുത്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് മാറ്റുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ അത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, സ്പെയർ ആയാലോ ഡേറ്റ് ഓഫ് ബർത്ത് ആയാലും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ നമ്മുടെ VFSുമായിട്ട് ബന്ധപ്പെട്ട് അത് മാറ്റാനുള്ള ശ്രമം നടത്തുക. അങ്ങനെ നമുക്ക് 3 മാസത്തെ വിസ കിട്ടിയാണ് നമ്മൾ യു കെയിലേക്ക് വരുന്നത്. യു കെയിലേക്ക് വരുമ്പോൾ എയർപോർട്ടിൽ അവർ ചെക്ക് ചെയ്യുന്ന ആ 3 മാസത്തെ വിസയാണ്. അത് കഴിഞ്ഞ് നമ്മൾ യു കെയിൽ എത്തിക്കഴിയുമ്പോൾ ഇവിടെ നമുക്ക് 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ BRP കാർഡ് കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ കുറച്ച് ഡിലേ ഉണ്ട്, NI നമ്പർ കിട്ടാത്തതുകൊണ്ട് കുറച്ച് ഡിലേ ഉണ്ടെന്നാണ് അവർ അറിയിച്ചിട്ടുണ്ട്. അന്നേരം ഈ BRP കാർഡ് കളക്ട് ചെയ്യുമ്പോൾ കൂടുതൽ പേർക്ക് ഇപ്പോൾ NI നമ്പറും ഒത്തുള്ള BRP കാർഡാണ് വരുന്നത്. ഈ BRP കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ BRP കാർഡാണ് പിന്നെ നമ്മളിവിടെ ID ആയിട്ട് എല്ലായിടവും യൂസ് ചെയ്യുന്നത്. ഈ BRP കാർഡ് ഇപ്പോൾ നമുക്ക് സിംഗിൾ ID ആയിട്ട് ബാങ്കിൽ വരെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന, ഇപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ പേര് വിളിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അയ്യോ എനിക്ക് BRP കാർഡ് കിട്ടി പക്ഷേ എൻ്റെ വാലിഡിറ്റി ഡിസംബർ 24 വരെ ഉള്ളെന്ന് പറഞ്ഞ് വിഷമിച്ച് വിളിക്കുന്നു. എനിക്ക് 5 വർഷത്തെ വിസ ആയിരുന്നു, പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ 1 വർഷമേ ഉള്ളൂ അല്ലെങ്കിൽ 1.5 വർഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ എല്ലാവരുടെയും BRP കാർഡിൽ ഇപ്പോൾ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് ആയാലും, നമ്മളിപ്പോൾ പെർമനന്റ് റെസിഡൻസ് കിട്ടിയവർക്ക് പോലും അവർ BRP അടിച്ചിരിക്കുന്നത് 2024 ഡിസംബർ വരെയാണ്. അത് പേടിക്കേണ്ട. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വിസ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ മെസ്സേജ് വന്നതിനകത്ത് തന്നെ നിങ്ങളുടെ വിസയുടെ കാലാവധി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അന്നേരം ഇപ്പോൾ യു കെയുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ BRP കാർഡുകൾ 2024 ഡിസംബറോട് കൂടി നിർത്തലാക്കുകയാണ്. നിർത്തലാക്കിയിട്ട് ഇതെല്ലാം ഡിജിറ്റൽ ആക്കാൻ പോവുകയാണ്. അതായത് നമുക്കൊരു ഡിജിറ്റൽ കോപ്പി മാത്രം മതി. ഇങ്ങനെയുള്ള കാർഡുകളെല്ലാം അവർ മാറ്റുകയാണ്. അന്നേരം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, യു കെയിലേക്ക് നമ്മളൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് 6 മാസത്തിൽ കുറവുള്ള ഒരു വിസ ആണെങ്കിൽ അവർ BRP കാർഡ് നമുക്ക് തരികയില്ല. 6 മാസത്തിൽ കൂടുതലുള്ള വിസകൾക്ക് മാത്രമേ യു കെയിൽ BRP കാർഡ് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ യു കെയിൽ കിട്ടുന്ന എല്ലാ BRPകൾക്കും അതിന്റെ എക്സ്പയറി ഡേറ്റ് ഡിസംബർ 2024 അവർ വെച്ചിരിക്കുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് BRP കാർഡുകൾ ഇല്ലാതാവും. അന്നേരം ശ്രദ്ധിക്കുക, അടുത്ത ജൂലൈ തൊട്ട് ഇവിടെ BRP കാർഡ് നമുക്ക് ലഭിക്കുകയില്ല യു കെയിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കിപ്പോൾ നിലവിൽ യു കെയിലുള്ളവർക്ക് BRP കാർഡുമായിട്ട് യു കെയിലുള്ളവർക്ക് അവരുടെ എല്ലാം കാർഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസംബർ 2024 അവർക്കെല്ലാം തന്നെ അടുത്ത വർഷം 2024 ഫെബ്രുവരിയിൽ മാർച്ചിലും അവർക്ക് ഹോം ഓഫീസിൽ നിന്ന് അവർക്ക് ലെറ്ററോ അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരൊരു ഓൺലൈൻ അക്കൗണ്ട് തുടങ്ങാൻ പറയും. അങ്ങനെ ഒരു ഓൺലൈൻ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഒരു ഓൺലൈൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലായിടവും നമ്മളുടെ പ്രൂഫ് കാണിക്കുന്നതിന് വേണ്ടി. നമുക്ക് BRP കാർഡിന് പകരം പിന്നെ അതായിരിക്കും നമ്മുടെ പ്രൂഫായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോവുകയാണ്, സാധാരണ അറിയാമല്ലോ, നമുക്ക് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അവർ നമ്മുടെ BRP കാർഡൊന്നും ചോദിക്കാറില്ല. പക്ഷേ ഇന്ത്യയിൽ നിന്ന് നമ്മൾ തിരിച്ചു വരാൻ നേരം അവർ BRP കാർഡുകൾ ചെക്ക് ചെയ്യാറുണ്ട്. അന്നേരം അങ്ങനെയുള്ള സമയങ്ങളിൽ ഇപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് 2024 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ തന്നെ നമ്മൾ കഴിയുന്നതും ആ ഓൺലൈൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ആ ഓൺലൈൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോർമൽ പ്രോസസ്സിലാണെങ്കിൽ അവർ നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയും. എന്നിട്ട് നമ്മുടെ ഇമെയിലിലേക്ക് ഒരു കോഡ് വരും, ആ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു കോഡ് വരും. ആ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അതെല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ മാത്രമേ അക്കൗണ്ട് ക്രിയേറ്റ് ആകത്തുള്ളൂ. അതായത് നമ്മൾ തന്നെ വേണം അത് ചെയ്യാനായിട്ട്. അന്നേരം അങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു സ്റ്റാറ്റസ് നമുക്ക് ലഭിക്കും. ആ സ്റ്റാറ്റസ് ആണ് നമ്മൾ പിന്നീടുള്ള ഫ്യൂച്ചറിൽ എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുത്തെ എംപ്ലോയേഴ്സ് ഒക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എംപ്ലോയേഴ്സ് BRP കാർഡ് ഇല്ല, ഷെയർ കോഡും ഇല്ലാതെ വരുമ്പോൾ ഈ ഡിജിറ്റൽ സ്റ്റാറ്റസ് അവർ സൂക്ഷിച്ചിരിക്കണം. എംപ്ലോയേഴ്സും അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിലുള്ളവരുടെയും ഡിജിറ്റൽ സ്റ്റാറ്റസ് ആ എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ കോളേജുകാർ അത് സൂക്ഷിക്കണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അടുത്ത 2024 ഏപ്രിൽ തൊട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർക്കെല്ലാം തന്നെ അവർക്ക് യു കെയിലെ ഹോം ഓഫീസ് അവരൊരു ഓൺലൈൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയും. ആ ഓൺലൈൻ അക്കൗണ്ട് വഴിയായിരിക്കും പിന്നെ അവർ യു കെയിലെ വിസ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത്. അന്നേരം ആ ഓൺലൈൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. പിന്നെ നമുക്ക് BRP ഇല്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് എല്ലായിടവും അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് BRP കാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്. അന്നേരം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ BRP കാർഡ് ഉണ്ട്, ഇവിടുത്തെ ഓൺലൈൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഓൺലൈൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അത് ആക്ടിവേറ്റ് ആക്കണം. അന്നേരം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലെ നമ്പരും അല്ലെങ്കിൽ ഇമെയിൽ ID യും നമുക്ക് ആക്സസ് ഉള്ളതായിരിക്കണം. അതുവഴിയായിരിക്കും നമുക്ക് പിന്നീട് അതിനകത്ത് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നത്. അന്നേരം നമ്മൾ എപ്പോഴും പേരൊക്കെ കറക്റ്റ് ആണെന്ന് ശ്രദ്ധിക്കുക. അതിനകത്ത് അഡ്രസ്സ് ഒന്നും ചോദിക്കുന്നില്ല. അഡ്രസ്സ് ഇല്ലാതെയാണ് നമ്മൾ ഓൺലൈൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അന്നേരം നിങ്ങളിപ്പോൾ യു കെയിൽ എത്തി നിങ്ങളുടെ BRP കിട്ടുമ്പോൾ അതിനകത്ത് 2024 ഡിസംബർ വരെ കാണിക്കുന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. അത് ഇവിടെ അവരത് നിർത്താൻ പോകുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്താൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ യു കെയിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. കാരണം അവരെല്ലാം ഇത് ചെയ്യേണ്ടി വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.